ശ്രീ ഒ ആർ കേളു, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി. സാർ, ഈ വയനാട് ജില്ലയിലേക്ക് ഇപ്പോൾ എത്തിച്ചേരുന്നത് വയനാട് ജില്ലയിലുള്ള 6 ചുരം വഴിയാണ് സാർ വയനാട് ജില്ലയിലേക്ക് എത്തിച്ചേരുന്നത്. പണ്ടുകാലം തൊട്ട് അങ്ങനെയാണ്. അപ്പോൾ ആ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഗവൺമെൻറ് പ്രവർത്തനം ആരംഭിക്കാനിരിക്കുന്ന തുരങ്കപാത സംബന്ധിച്ച് വളരെ സന്തോഷമുണ്ട് സാർ. അപ്പോൾ തുരങ്കപാത വളരെ വേഗത്തിൽ ആരംഭിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ വയനാട് ജില്ലയിൽ എയർ സ്ട്രിപ്പ് വേണമെന്നുള്ള ഗവൺമെൻറ്റിൻ്റെ നിലപാടും പരിശോധനയും സ്വാഗതാർഹമായിട്ടുള്ള കാര്യം തന്നെ സാർ. അതേപോലെ തന്നെയാണ് ചുരമില്ലാത്ത റോഡ് സംബന്ധിച്ച് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ വയനാട് ജില്ലയിലേക്ക് 2 ചുരമില്ലാത്ത റോഡുകൾക്ക് സാധ്യതയുണ്ട് സാർ. ഒന്ന്, ഈ ചക്കട്ടിപ്പാറയിൽ നിന്ന് പൂഴിത്തോട് വഴി വയനാട് ജില്ലയിലേക്കും, അതേപോലെ തന്നെ നമ്മുടെ വിലങ്ങാട് നിന്ന് കുഞ്ഞോം പ്രദേശം മാനന്തവാടിയിലേക്കും. ഇപ്പോൾ ചുരമില്ലാതെ വളരെ വേഗത്തിൽ വയനാട് ജില്ലയിൽ എത്തിച്ചേരാൻ പറ്റാവുന്ന റോഡുകളാണ് ഇത് ഭാവിയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നതിനും അത് സർവേ നടത്തുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് കഴിയുമോ എന്നുള്ളതാണ് സാർ എനിക്ക് ചോദിക്കുന്നത്. മിനിസ്റ്റർ. സാർ, വയനാട് ജില്ലയിലേക്കുള്ള ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇവിടെ സബ്മിഷൻ വന്നിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ബദൽ മാർഗങ്ങൾക്കുള്ള സർക്കാരിൻ്റെ വളരെ ആത്മാർത്ഥമായ പരിശ്രമം ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി ഈ സഭയെ ഞാൻ അറിയിക്കുകയാണ്. ചുരം പാതയ്ക്ക് ബദലായി LDF സർക്കാർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട പദ്ധതിയാണ് ആനക്കാമ്പുയിൽ കല്ലാടി മേപ്പാടി തുരങ്കപാത. തുരങ്കപാത നിർമ്മാണം ടെൻഡർ നടപടികളിലേക്ക് എത്തിക്കുവാൻ നമുക്ക് സാധിച്ചു. മറ്റ് തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ ഈ വർഷം അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്ന് സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന്, നിലവിലുള്ള ചുരം റോഡിൻ്റെ വികസനമാണ്. ചുരം റോഡിൽ 6, 7, 8 വളവുകൾ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് നവീകരിക്കുന്നതിന് 40 കോടി 70 ലക്ഷം രൂപയുടെ പദ്ധതി പൊതുമരാമത്ത് ദേശീയപാത വിഭാഗം കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടുണ്ട് സാർ. ഇതിൻ്റെ വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കി വരികയാണ്. ദേശീയപാത വിഭാഗം ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഡൽഹിയിലെത്തി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ചുരം ഒഴികെയുള്ള ഭാഗം 4 വരിയായി വികസിപ്പിക്കുവാനുള്ള പദ്ധതി നിർദ്ദേശവും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. 2 ബദൽ പാതകളെ സംബന്ധിച്ച ചർച്ചകളും നേരത്തെ തന്നെ നടത്തുന്നുണ്ട്. പൂഴിത്തോട് പടിഞ്ഞാറത്തറ പാതയും ചിപ്പിലത്തോട് മരുതിലാവ് തളിപ്പുഴ ചുരം പാതയും സാധ്യമാക്കാനുള്ള പരിശ്രമങ്ങളാണ് സാർ നടക്കുന്നത്. എന്നാൽ ഈ 2 പാതയിലും വനഭൂമി ഉൾപ്പെട്ടു എന്നത് വികസനത്തിന് തടസ്സമായി നിൽക്കുന്ന ഒരു ഘടകമാണ്. ബഹുമാനപ്പെട്ട വനമന്ത്രിയുമായി അത് ചർച്ച ചെയ്തിട്ടുണ്ട്. പൂഴിത്തോട് പടിഞ്ഞാറത്തറ ചുരം ബദൽ പാത കോഴിക്കോട് വയനാട് ജില്ലകളിലായി 28.83 കിലോമീറ്റർ ദൂരമുള്ള പാതയാണ്. ഇതിൽ സർ 10.61 കിലോമീറ്റർ കോഴിക്കോട് ജില്ലയിലും 18.22 കിലോമീറ്റർ വയനാട് ജില്ലയിലുമാണ്. ഈ പാത സംബന്ധിച്ച ചില ശ്രമങ്ങൾ നേരത്തെ നടന്നിരുന്നുവെങ്കിലും യാഥാർത്ഥ്യമായിരുന്നില്ല. കഴിഞ്ഞ നവകേരള സദസ്സിൽ ഈ പാത യാഥാർത്ഥ്യമാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഗൗരവകരമായ നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നു. ഈ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം പരിശോധിക്കാൻ പൊതുമരാമത്ത് വകുപ്പിനോട് നിർദ്ദേശിക്കുകയുണ്ടായിരുന്നു. പൊതുമരാമത്ത് വകുപ്പ് മറ്റു വകുപ്പുകളുമായി കൂടിച്ചേർന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു സാർ. നവകേരള സദസ്സ് ഇത്തരത്തിൽ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ കാരണമായിട്ടുണ്ട് സാർ. അതുപോലെ പല പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള നീക്കങ്ങൾക്ക് നവകേരള സദസ്സ് ഏറെ സഹായകരമായി എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ് സാർ. അതുപോലെ തന്നെ പൂഴിത്തോട് നിന്ന് വനം ഉൾപ്പെടെയുള്ള സ്ഥലത്തിൻ്റെ പ്രാഥമികമായ സ്ഥലപരിശോധന നടത്തിയിട്ടുണ്ട്. ജനുവരി 23-നാണ് PWD ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ കൂടി ചേർത്ത് ഇത്തരമൊരു പരിശോധന നടത്തിയത്. തുടർ പ്രവർത്തനം എന്ന നിലയിൽ റോഡ് നിർമ്മാണത്തിൻ്റെ സാധ്യത കണ്ടെത്തുന്നതിനുള്ള ഇൻവെസ്റ്റിഗേഷൻ നടപടികളിലേക്ക് കടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വനം വകുപ്പിൻ്റെ കൂടി സഹകരണം അത്യാവശ്യമാണ്. ബഹുമാനപ്പെട്ട വനം മന്ത്രിയുമായി ഇത് സംസാരിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടപടി ആരംഭിക്കാനുള്ള ശ്രമം നടത്തും. അദ്ദേഹം വളരെ പോസിറ്റീവായ നിലപാടാണ് കൈക്കൊള്ളുന്നത്.